ഇത് കാണുന്നത് അനാമികയുടെ ഇളയ സഹോദരിയാണ്. ഓക്കെ, ഇവരൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് ഹസ്ബൻഡും വൈഫും കുഞ്ഞും അനിയത്തിയും, അതായത് വൈഫിൻ്റെ അനിയത്തിയും കൂടെ ഒരു ഫോട്ടോഷൂട്ടിന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഈ വീഡിയോയിൽ ഉടനീളം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന എന്താണെന്നറിയാമോ? ഈ അനിയത്തിക്കുട്ടിനെ ആക്ഷേപിക്കുന്ന ഒരു സാധനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് റിയാക്ഷനൊക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ വീഡിയോ കണ്ടപ്പം, കാരണം ഇത് റിയാക്ട് ചെയ്യേണ്ട എന്ന് ഞാൻ ഫസ്റ്റ് വിചാരിച്ച, പക്ഷേ ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം എനിക്കിങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്, അതായത് ഈ ഒരു പ്രായത്തിലൊക്കെ. അപ്പം ഞാൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ എനിക്ക് ഈ കുട്ടിയുടെ വിഷമം ഒക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇനിയിപ്പോൾ ഈ കുട്ടിയാണെങ്കിലും ഇല്ലെങ്കിൽ ഈ അനാമികയാണെങ്കിലും ഒക്കെ വന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ അങ്ങനെയാണ്, അങ്ങനെ ടോക്ക് ചെയ്യുന്നതാണ്, ദാറ്റ്സ് നോർമൽ എന്നൊക്കെ. പക്ഷേ എങ്കിലും നിങ്ങളുടെ നോർമൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അത് സംഭവം ഇത് ഷൂട്ട് ചെയ്തിട്ട് ഈ കുട്ടീനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഒരു ഫുൾ വ്ലോഗിൽ ആക്ഷേപം മാത്രമാണ്. അതെടുത്ത് പോസ്റ്റ് ചെയ്തപ്പം നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു പോയി. കാരണം എൻ്റെ പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ പഴയ കാലങ്ങളെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പം. സോ ഇവിടെ ആദ്യമായിട്ട് തന്നെ ഇവരുടെ ഭർത്താവ് ആക്ഷേപിക്കുകയാണ്. അതായത് ഇവർ ഉണ്ണിമോളാണ്, ഇവരുടെ കുഞ്ഞാണ്, സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ പെൺകുട്ടി പുറകെ നിന്ന് ചോദിക്കുകയാണ് അപ്പം ഞാനോ എന്ന് പറയുമ്പം ഇവരുടെ ഹസ്ബൻഡ് പറയുകയാണ് ഇവിടെ എൻ്റെ വൈഫും, അതായത് ഈ അനാമികയുടെ മോളും ഉണ്ണിമോളുമാണ് സുന്ദരി, നീ സുന്ദരി അല്ല എന്നുള്ളത്. സോ നമ്മൾക്ക് ഇത്ര ഏജ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാൾ കാണുമ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ് നീ തടിച്ചോ അല്ലെങ്കിൽ നീ അങ്ങ് പ്രായം ചെന്നോ എന്ന് പോകുമ്പം നമ്മുടെ മനസ്സിലൊരു പെട്ടെന്നൊരു സാധനം വരും അല്ലേ. എത്രത്തോളം നമുക്കറിയാമെങ്കിലും നമുക്കൊരു അയ്യോ അങ്ങനെയാണോ, പിന്നെ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ എന്താ ഇങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ നമുക്കാണെങ്കിൽ പോലും. പക്ഷേ ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പെൺകുട്ടിയാണ്. സോ അവരത് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ ഭയങ്കര ട്രോമാസ് വരും. കാരണം ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ എല്ലാവരും കാണാൻ നല്ല അടിപൊളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എനിക്കാണെങ്കിൽ കുറച്ച് പല്ലുന്തി പിന്നെ കുറച്ച് പിരിവുമൊക്കെ നല്ല രീതിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ മനസ്സിലൊരു ട്രോമ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പം ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ട് നിൻ്റെ അടുത്ത് മാത്രം ആർക്കും ലൈനൊന്നും ഇല്ലല്ലോ, നിന്നെ ഒന്നും ആരും പ്രേമിക്കുന്നൊന്നും ഇല്ലല്ലോ, നിന്നെ കാണാൻ കൊള്ളാത്തതുകൊണ്ടാണ് പലവരും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് എനിക്കത് നല്ലൊരു ട്രോമയായിട്ട് ആ ഒരു ടൈമിൽ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു സാധനമൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ശരിക്കും ആ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇവർ ആ ഒരു കൊച്ചിനെ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ഫുൾ നാണം കെടുത്താനാണോ? നാണം കെടുത്താൻ മാത്രമല്ല, അത് ഷൂട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഒരു വ്ലോഗും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല മേക്കപ്പ് എനിക്ക് ഉള്ളതാട്ടോ. അങ്ങനെ ഞാൻ ചെറിയൊരു ബ്യൂട്ടി പാർലറിൽ കയറി ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ അനിയത്തി പൊന്നൂസ് പറയുന്നുണ്ട് എന്നെ മാത്രം ഒരുക്കിയില്ല ചേച്ചി, ഒരുങ്ങി നല്ല സെറ്റായിട്ട് കൊറിയൻ പെമ്പിള്ളാരെ പോലെ നല്ല അടിച്ചു പൊളിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു സമയം സ്വന്തം മോൾ അവിടെ ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ട് ആ കളിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ, എനിക്ക് മാത്രം ഇങ്ങനെ ചെയ്തില്ല അങ്ങനെയാണെന്ന്. ലിപ്സ്റ്റിക് ഇട്ട് മുടിയെല്ലാം സ്റ്റൈലാക്കി നടക്കുന്നതിന് ഒരിക്കലും പൊട്ടു പോലും ഇട്ടതില്ല. ഇവിടെ ആ കൊച്ചി വീണ്ടും പറയുകയാണ് നല്ല സുന്ദരിയായിട്ട് കൊറിയൻ പെമ്പിളാരെ പോലെ ഇരിക്കും, എനിക്കൊന്നും ചെയ്തില്ല, പൊട്ടുപോലും ഇട്ട് തന്നില്ല എന്ന് പറയണ ഉണ്ണിയേട്ടാ നമ്മളെ കാറിലുള്ള മറ്റേ വൈറ്റ് ഷർട്ട് ഇടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ ഒരു വർത്തമാനത്തെ അല്ലെങ്കിൽ ആ കുട്ടി പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ ഭയങ്കര അവോയ്ഡ് ചെയ്ത് ആ പെൺകുട്ടിയെ മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിലാണ് പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നത്. സോ അവിടെ ഒരു അവോയ്ഡ്നെസ് അല്ലെങ്കിൽ അതിന് എന്താണ് അത് ഫാമിലിയിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ സന്തോഷമാണോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിങ്ങൾ ആ പെൺകുട്ടീനെ അവോയ്ഡ് ചെയ്യുന്നതാണോ? ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ആ പെൺകുട്ടി പറയുന്ന ഒന്ന് കേൾക്കുമെങ്കിലും ചെയ്യാമായിരുന്നു. അത്രയും അടുത്തിരുന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിവിടെ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, കുഞ്ഞിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, ഭർത്താവിൻ്റെ ഇത് പറയുന്നു, ഫോട്ടോഷൂട്ട് എടുക്കാൻ പോകുന്നു, ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നുള്ളൊരു തോന്നലൊക്കെ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അല്ലെങ്കിൽ ആ കുട്ടി അത്രയും പറയുമ്പോൾ എന്നെ മാത്രം ഒരുക്കിയില്ല. അപ്പോൾ ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോയിട്ട് നല്ല മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അതെന്തോ
ഒരു കുഞ്ഞു കുട്ടിയല്ലേ, ഒരു പെൺകുട്ടിയല്ലേ, അപ്പം ഒരുങ്ങാനൊക്കെ ആഗ്രഹമുണ്ട്. അതും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഒരുങ്ങാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം കാണും അല്ലേ. അപ്പോൾ അവിടെ കൊണ്ടുപോയ കൊച്ചിനെ അതിനെല്ലാം കാണിച്ചു കൊടുത്ത് ഇവർ മേക്കപ്പ് ചെയ്യുന്ന കാണുമ്പോൾ ആ കൊച്ചിൻ്റെ മനസ്സിൽ ഇച്ചിരിയെങ്കിലും ആഗ്രഹം വന്നില്ലേ. അതുകൊണ്ടാണ് ആ കൊച്ച് അങ്ങനെ സംസാരിച്ചത് പോലും. അതുപോലും മനസ്സിലാക്കാതെ അവിടെ അതിനെ വെറുതെ എന്തിനാണ് പോയി കൊണ്ടുവന്ന് ഇതെല്ലാം കാണിപ്പിച്ച് കൊതിപ്പിക്കാനായിരുന്നു എന്നാണ് എനിക്ക് ഇത് ഞങ്ങളെ കുഞ്ഞല്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ, ഉണ്ണി മോള്. ഒരു ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചും അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് കയറി വരുന്ന പോലെ ആ കുട്ടി നടന്നു വരികയാണ്. അപ്പോഴത്തേക്ക് പറയുവാണ്, ഞങ്ങൾക്കാകെ ഒരു മോളേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾക്ക് ഉണ്ണിമോള് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു കുഞ്ഞൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ്റെ അപ്പുറത്തെ രീതിയിൽ ആക്ഷേപിക്കുക. അപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ആ കമൻറ്റ് ബോക്സിലുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാവുകയും പിന്നെ ആ കുട്ടി വളരെയധികം സംസാരിക്കാതിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ട് എൻ്റെ മോള് സുന്ദരിയാണ് എന്നൊക്കെ പറയുന്ന, ഇത്രയും പറഞ്ഞിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയത്തില്ല. അതൊക്കെ വളരെ തമാശയാണോ എന്നൊന്നും എനിക്ക് തോന്നിയില്ല. നിന്റെ മോന്റെ ഒന്ന് നോക്കടി, വെറുതെ അല്ല ദൈവം നിന്റെ കുഞ്ഞിനെ അങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞ ഒരുത്തി നല്ല ഒരു പുന്നാര മോളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ ഇങ്ങനെ തന്നെ വിളിക്കും, നിനക്ക് കമന്റ് ഇടാനുള്ള ധൈര്യം കാണും, നീ ഇന്ന് ഈ വീഡിയോ കാണുമെന്നും എനിക്കറിയാം, പക്ഷെ എന്റെ മുമ്പ് നേരിട്ട് വന്നതെന്നും നിനക്ക് പറയാനുള്ള തന്റേടം കാണത്തില്ല. അങ്ങനെ വന്ന് നീ പറയാനുള്ള തന്റേടം കാണിച്ചാൽ നീ അത് ഒരു വട്ടവേ കാണിക്കും. കുട്ടിയോട് പറയുന്നത് കേട്ടിട്ട് കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ആ കമൻറ്റിൽ പറയും, നിൻ്റെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കൂ. അപ്പം നിൻ്റെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കൂ എന്ന് പറയുമ്പോൾ നിനക്ക് അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ മനസ്സും അത്രയധികം വേദനിച്ചിട്ടുണ്ട്. കാരണം അച്ഛനും അമ്മയില്ലാതെ അമ്മയില്ലാതെ വളരുന്നൊരു കുട്ടിയാണ് അല്ലേ. അപ്പോൾ അമ്മയില്ലാതെ വളരുന്ന ആ പെൺകുട്ടിക്ക് അത്രയധികം വിഷമം ഉണ്ടായിരിക്കും. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സുന്ദരിയായിരുന്നെന്ന് പറഞ്ഞേനെ എന്ന് പോലും പലപ്പോഴും ആ കുട്ടി ചിലപ്പോൾ ചിന്തിച്ച് കാണുമായിരിക്കും. ശരിക്കും എന്താ പറയുക, നമ്മുടെ മുഖത്ത് നോക്കി നേരത്തെ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ വീട്ടുകാരാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ഇപ്പം നമുക്കത് പറഞ്ഞാൽ നിങ്ങളത് ചുമ്മാ പറയുന്നതാണെന്നുള്ള എടുക്കാം. പക്ഷേ ആ ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ഫീലിങ്സ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കെന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഞാൻ എൻ്റെ രീതിയിൽ സുന്ദരിയാണെന്നൊക്കെ നമുക്ക് വളരെയധികം ചിന്തിക്കാനുള്ള കഴിവുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഞാനും അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു. സോ അങ്ങനെ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലെനിക്ക് ഒരുപാട് വിഷമിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്നെ റിലേറ്റ് ചെയ്യാൻ തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്തത്. നിങ്ങളുടെ മകളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര വേദനിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളുടെ ആ അനിയത്തിക്കും വേദനിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് മൈൻഡ് പോലും ചെയ്യാതെ ആ കുട്ടി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ അതുപോലും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ അവിടെ വേറുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതിന് കുറേ അധികം നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടുണ്ട്. അപ്പം ആ കമൻറ്റുകളും കാര്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. കാരണം ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതും പല രീതിയിൽ ഇവൾക്ക് അഹങ്കാരമായി പോയി, ഇവളൊന്നുമില്ലാതെ കാരണം അറ്റ്ലീസ്റ്റ് ഈ പെൺകുട്ടിയും അതുപോലെ അച്ഛനും അമ്മയും ഒന്നുമില്ലാതെ വളർന്ന് അത്രയും ആ ഒരു വിഷമത്തിലൂടെ വളർന്നു വന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെ വിഷമങ്ങളും കാണും, അല്ലെങ്കിൽ എന്തൊക്കെ ഇത് കാണും. എന്നിട്ട് ആ പെൺകുട്ടി അത് തന്നെ മറ്റൊരാളോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തം അനിയത്തിയോട് അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ്. എന്നിട്ട് അടുത്തൊരു വീഡിയോയിൽ വന്നിട്ട് ഇവളെ ഞാനൊരു അമ്മയെ പോലെയാണ് കാണുന്നത്, ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഇതിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ തമാശയാണെങ്കിൽ അത് നിങ്ങളുടെ ഇതിൽ വെക്കുക. ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോയിൽ എടുത്ത് നിൽക്കുന്ന ഈ ഒരു സംഭവം മാത്രമേ, ഈ കൊച്ചിനെ കളിയാക്കുന്നത്, ഈ കൊച്ചിനെ അവോയ്ഡ് ചെയ്യുന്നത് മാത്രമാണ് ആ വീഡിയോയിൽ കൂടുതലായിട്ടും ഉള്ളത്. അല്ലാതെ വേറെ പുള്ളിക്കാരി ഓവർ എക്സൈറ്റഡ് ആണ്. പുള്ളിക്കാരിയുടെ കൊച്ചിന് ഫോട്ടോ എടുക്കാൻ പോകുന്നു, പുള്ളിക്കാരി മേക്കപ്പ് ചെയ്തു, കൊറിയൻ ലുക്കിൽ നടക്കുന്നു, ഭയങ്കര ആ ഒരു ക്യാമറ പിടിക്കുമ്പോഴേ സ്വന്തമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അവിടെ വേറൊരു ആ ഒരു ലോകത്ത് ആ പെൺകുട്ടിയും കൊച്ചും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, അനിയത്തി എന്ന് പറയുന്ന ഒരാളില്ല. പിന്നെ എന്തിനാ പോയിട്ട് അതിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ? ഇവർ ആ രണ്ടാമത്തെ റിയാക്ഷൻ വീഡിയോയിൽ പറയുന്നുണ്ട് 18 വയസ്സ് കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ നിർത്തണം. എൻ്റെ സ്വന്തം മോളെ പോലെ, എൻ്റെ പൊന്നു മോളെ പോയി നിൽക്കാൻ പാടില്ല. എനിക്ക് അത് കണ്ടിട്ട് എന്താ പറയുക, നിങ്ങൾ തമാശ പോലെയോ കളിയാക്കുന്ന പോലെയോ ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം ത്രൂ ഔട്ട് ആ കൊച്ചിനെ അവോയ്ഡ് ചെയ്തോണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ബ്യൂട്ടി പാർലറിൽ കയറിയപ്പോൾ ആ കൊച്ചിന് ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മുഖത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുമോ, ഒരു പൊട്ട് കൊടുത്തോ, മുടി ഒന്ന് സെറ്റാക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നില്ലെങ്കിൽ പോലും അതൊക്കെയാണ് ചിലപ്പം ഒരു അമ്മയില്ലാത്തൊരു കുട്ടി, ഇപ്പം ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഒരുക്കി കൊടുക്കുക, ഒരു കുട്ടിക്ക്
അപ്പം നമ്മളിപ്പോൾ അമ്മയും അച്ഛനും ഉള്ളൊരു കുട്ടീനെ എങ്ങനെ നോക്കുന്നു, അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു കുട്ടീനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആ കുട്ടീനെ നോക്കുന്നോ അതിൻ്റെ ഇരട്ടി അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക്, കാരണം അവർക്ക് ആ ഒരു വിഷമം തോന്നരുത്, അല്ലെങ്കിൽ ഇത് ഒരു നിമിഷത്തേക്കെങ്കിലും അവർക്ക് ആ ഒരു അമ്മയുടെ ഫീലിങ്സ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതായിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ചെറിയ ബട്ടൺ ഉണ്ട്, അപ്പോൾ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാവരിലേക്കും എത്തും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതായിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.